ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നീറ്റ് 2020 വഴിയാണ് കയറിയത്. അന്നത്തെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ആ ചാപ്റ്റർ നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തുടങ്ങിയിരുന്നു. നമുക്ക് അതിന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ 3.6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കും. അത് നമ്മൾ 3.7 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 3.7 ക്വസ്റ്റ്യൻസ് ഒക്കെ പോകാം. വിച്ച് എലമെന്റ് ഡു യു തിങ്ക് വുഡ് ഹാവ് ബീൻ നെയിംഡ് ബൈ ഫസ്റ്റ് ലോറൻസ് ബെർക്ക്ലി ലബോറട്ടറി, സെക്കൻഡ് സീബോർഗ് സ്ട്രിപ്പ്? ഏത് എലമെന്റ് ആണ് ഈ ലബോറട്ടറികൾ നെയിം ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് പേര് നോക്കുകയാണ്, എന്ത്? ലോറൻസ് ബെർക്ക്ലി ലബോറട്ടറി. ലോറൻസ് ബെർക്ക്ലി ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് ലോറൻസ് എന്ന പേരിൽ ലൊറൻഷ്യം എന്ന എലമെന്റ് ഉണ്ട്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 103 ആണ്. പിന്നെ ബെർക്ക്ലി എന്ന പേരിൽ നിന്ന് ബെർക്കേലിയം പേരുള്ള എലമെന്റ് ഉണ്ട്. അറ്റോമിക് നമ്പർ 97. ഈ രണ്ട് എലമെന്റ്സ് ആണ് ഈ ലബോറട്ടറി ഡിസ്കവർ ചെയ്തത്. രണ്ടാമത്തെ പേര് വന്നേക്കുന്നത് സീബോർഗ് ഗ്രൂപ്പാണ്. നമുക്കറിയാം സീബോർഗ് എന്നുള്ള എലമെന്റ് പീരിയോഡിക് ടേബിളിലുണ്ട്. ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 106 ആണ്. ഈ എലമെന്റ്സ് ഒക്കെയാണ് ഇവർ കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 3.8. Why do elements in the same group have similar physical and chemical properties? ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് എന്തുകൊണ്ടാണ് ഒരേ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ്. സോ നമുക്കറിയാം, ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിൽ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് എലമെന്റ്സ് നമ്മൾ എത്തിയത്? എങ്ങനെയാണ്? ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള വാലൻസ് ഇലക്ട്രോൺസ് സെയിം ഉള്ള എലമെന്റ്സ് ആണ് ഇത് ഒരേ ഗ്രൂപ്പിൽ വരുന്നത്. സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള, അപ്പം സിമിലർ വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണ്. സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് എന്താണ് അവരുടെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. എന്താണ് ഇതിന്റെ കാരണം? ഇവർക്ക് സിമിലർ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സിമിലർ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം? സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അതാണ് ബേസിക്കലി ഇവർക്ക് ഒരേ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഡസ് അറ്റോമിക് റേഡിയസ് ആൻഡ് അയോണിക് റേഡിയസ് റിയലി മീൻ ടു യു? അറ്റോമിക് റേഡിയസ് കൊണ്ട് അയോണിക് റേഡിയസ് കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതാണ് ചോദ്യം. അറ്റോമിക് റേഡിയസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3.9. നമ്മൾ അന്നപ്പോ പറഞ്ഞപ്പോഴാണ് അറ്റോമിക് റേഡിയസ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ മോളിക്യൂളില് ഒരു A2 മോളിക്യൂളാണ് കൺസിഡർ ചെയ്യുക. A ആറ്റവും A ആറ്റവും. ഓക്കെ, ഇങ്ങനെ കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള രണ്ട് ആറ്റംസിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിന്റെ ഹാഫ് ആണ് നമ്മൾ ഈ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ ഇത് അറ്റോമിക് റേഡിയസ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള പറഞ്ഞു. ഇതേപോലെ തന്നെ മെറ്റൽസിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ എന്താ, അവിടെ മെറ്റാലിക് ബോണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പം മെറ്റാലിക് ബോണ്ട് വഴി ബോണ്ട് ചെയ്തിട്ടുള്ള രണ്ട് മെറ്റൽ ആറ്റംസിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്, അതായിരിക്കും അവിടുത്തെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് നമുക്ക് അയോണിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിലായിരിക്കും അയോണിക് കോമ്പൗണ്ട്സ് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലാറ്റിസിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ലാറ്റിസിൽ ഉള്ള രണ്ട് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്, അതായിരിക്കും ഇത് അവിടുത്തെ അയോണിക് റേഡിയസ്, അതായിരിക്കും അവിടുത്തെ അറ്റോമിക് റേഡിയസ്. ഓക്കെ, ഓരോ കോമ്പൗണ്ട്സിലും അറ്റോമിക് റേഡിയസ് വരുമ്പോൾ ഡെഫിനിഷൻ വ്യത്യാസമാണ്.
നമ്മൾ അറ്റോമിക് റേഡിയസിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ അയോണിക് റേഡിയസ് എന്താണ് അയോണിക് റേഡിയസ്? നമുക്കറിയാം അയോൺസ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരം അയോൺസ് ഉണ്ട്. ഇതൊക്കെ ആനയോണും കാറ്റയോണും. ആനയോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തുണ്ടാകുന്ന അയോണിനെയാണ് നമ്മൾ ആനയോൺ എന്ന് വിളിച്ചത്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലൂസ് ചെയ്തുണ്ടാകുന്ന. അയോണിക് റേഡിയസ് അവിടെ എന്താണ്? അവിടെ ന്യൂക്ലിയസ് തൊട്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എവിടെ വഴിയുള്ളത് അതാണ്. ആനയോൺ ആണെങ്കിൽ എപ്പോഴും ഒരു കാറ്റയോണിന്റെ കൂടെ ബോണ്ടഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ആ ബോണ്ടിന്റെ പകുതി ആയിരിക്കും എന്ത്? കാറ്റയോൺ എപ്പോഴും എന്റെ പേരനത്തിനേക്കാളും ചെറുതായിരിക്കും, ആനയോൺ എപ്പോഴും പേരനത്തിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പം ആനയോൺ ആണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ് തൊട്ട് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വരെയുള്ള അതിന്റെ സൈസ്. കാറ്റയോൺ ആണെങ്കിലും അത് തന്നെ. പക്ഷെ ഇപ്പോഴും ആലോചിക്കേണ്ടത് കാറ്റയോണിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പേരന്റ് അടുത്തേക്കാളും എപ്പോഴും കുറവായിരിക്കും. ആനോൺ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് അതിന്റെ പേരന്റ് അടുത്തിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും ആനോൺ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും നമ്മൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ. How do atomic radius vary in a period and in a group? How do you explain the variation? ഒരു പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് അറ്റോമിക് റേഡിയസ് വേരി ചെയ്യുന്നതാണ് ചോദ്യം. 3.2 നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? ഗ്രൂപ്പില് മേലെ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താ? അറ്റോമിക് റേഡിയസ് കൂടും അല്ലേ? പീരീഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയും. പിന്നെ കാരണം എന്താണ്? നമ്മുടെ ഗ്രൂപ്പിൽ മേലെയും താഴോട്ട് വരുമ്പോൾ എന്താ? നമ്മള് ഓരോ ഗ്രൂപ്പ് കഴിയും തോറും ഒരു ഗ്രൂപ്പിൽ ഓരോ പീരീഡ് കഴിയും തോറും എന്താണ്? ഒരു എക്സ്ട്രാ ഷെല്ല് ആ ആറ്റത്തിലേക്ക് ആഡ് ചെയ്യണം. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഒരു കൂടെ വലിയ ഷെല്ലിലേക്കാണ് കയറുന്നത്. ഓരോ പീരീഡിൽ മേലും താഴോട്ട് വരുമ്പോൾ ഓരോ പീരീഡ് കഴിയുമ്പോൾ ഓരോ എക്സ്ട്രാ ഷെല്ല് വരുന്നു, ഓരോ ഇലക്ട്രോൺ അതിനകത്ത് കയറുന്നു. അപ്പം ഓരോ എക്സ്ട്രാ ഷെല്ല് കൂടി വരുന്നുണ്ടെന്നാണ് അറ്റോമിക് റേഡിയസ് കൂടി വരുന്നു അല്ലേ? നമ്മളിത് എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ലിഥിയവും സോഡിയം കൺസിഡർ ചെയ്യാം. ഇത് 1s2 2s1 ആണ്. ഇത് 1s2 2s2 2p6 3s1 ആണ്. തേർഡ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഉള്ള ഷെൽ വരെ ഉണ്ട്. ഇവിടെ സെക്കൻഡ് വരെ ഉള്ളതേ ഉള്ളൂ. അപ്പം ഒരു എക്സ്ട്രാ ഷെല്ല് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസ് കൂടും, ഷെല്ലിന്റെ നമ്പർ കൂടുന്നുണ്ട്. അതാണ് ഗ്രൂപ്പിലെ വേരിയേഷൻ. ഇന്നത്തെ പീരീഡിലെ വേരിയേഷൻ എന്താണ്? പീരീഡിലെ വേരിയേഷൻ നമ്മൾ പറയുമ്പോൾ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണ് പോയി കയറുന്ന ഒരേ ഷെല്ലിലാണ്. മാത്രമല്ല പീരീഡിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ ന്യൂക്ലിയസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുന്നുണ്ട് ന്യൂക്ലിയസിൽ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ സോഡിയം മഗ്നീഷ്യം എടുക്കാം. അറ്റോമിക് നമ്പർ 11 ഇത് 1s2 2s2 2p6 3s1 1s2 2s2 2p6 3s2. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ രണ്ടിലും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ കയറിയത് ഏത് ഓർബിറ്റിലാണ്? 3s ഓർബിറ്റിലാണ് കയറിയത്. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയത്തിന് 11 പ്രോട്ടോണേ ഉള്ളൂ, മഗ്നീഷ്യത്തിന് 12 പ്രോട്ടോൺ ഉണ്ട്. ഓക്കെ, ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന എല്ലാ ഇലക്ട്രോണും ഒരേ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ടിന്റെയും ഔട്ടർ ഇലക്ട്രോൺ നിൽക്കുന്ന ഏതാ? 3s ഓർബിറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ മഗ്നീഷ്യത്തിന് 12 പ്രോട്ടോൺ ഉണ്ട്, സോഡിയത്തിന് 11 പ്രോട്ടോൺ ഉള്ളൂ. അപ്പം കൂടുതൽ അട്രാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ആർക്കാണ്? പറ്റുന്നത് മഗ്നീഷ്യത്തിന് 12 ഇലക്ട്രോൺ ആണ്, സോഡിയത്തിന് 11 ഇലക്ട്രോൺ ആണ്. അപ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് മഗ്നീഷ്യത്തിന് കൂടുതലായിരിക്കും. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് റേഡിയസ് കുറയും. നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ പറയാൻ വിട്ടൊരു കാര്യം, അറ്റോമിക് റേഡിയസ് കൂടാനുള്ളൊരു കാരണം, വേറൊരു കാരണം കൂടെ പറയുന്നത് എന്താണ്? ഷീൽഡിങ് എഫക്റ്റും പറയാം. കാരണം ഓരോ ഷെൽസ് കൂടുമ്പോൾ, നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ എന്താ? ഇന്നർ കോറിലുള്ള ഇലക്ട്രോൺസ് വെളിയിലുള്ള ഇലക്ട്രോൺസിന്, വാലൻസ് ഇലക്ട്രോൺസിനെ റിപ്പല് ചെയ്യും. അപ്പൊ ആ ഷീൽഡിങ് എഫക്റ്റും അവിടുത്തെ അറ്റോമിക് റേഡിയസ് കൂടാനുള്ളതിന് കാരണം വരുന്നു. ഓക്കെ, പറയാം.
ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിലും പീരിയഡിലും അറ്റോമിക് റേഡിയസിന്റെ വേരിയേഷന്റെ റീസൺസ് ഒക്കെ പറഞ്ഞു. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? നെയിം എ സ്പീഷീസ് ദാറ്റ് വിൽ ബി ഐസോ ഇലക്ട്രോണിക് വിത്ത് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആറ്റംസ് ഓർ ആറ്റ്സ്. അപ്പൊ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് പറഞ്ഞാൽ എന്താണ്? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർ, അതിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എഫ് മൈനസ് ആണ്. ക്വസ്റ്റ്യൻ 3.1 അത് തന്നിരിക്കുന്നത് എഫ് മൈനസ് ആണ്. എഫ് മൈനസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നമുക്ക് 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 10 ഇലക്ട്രോൺസ് ഉള്ള വേറെ കുറച്ച് അയോൺസിനെ പറയാം, അത്രേ നമുക്ക് വേണ്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ Na+ അയോൺ 10 ഇലക്ട്രോൺ ആണ്. ഇനി ഫ്ലൂറിന് മുമ്പുള്ള ആറ്റം ഏതാണ്? ഓക്സിജൻ ആണ്. O2- അത് 10 ഇലക്ട്രോൺ ആണ്. പിന്നെ ഫ്ലൂറിൻ കഴിഞ്ഞിട്ടുള്ള ആറ്റം നിയോൺ, അതിന് 10 ഇലക്ട്രോൺ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ആറ്റം സോഡിയം. സോഡിയത്തിന് 1 ഇലക്ട്രോൺ പോയാൽ നമുക്ക് 10 ഇലക്ട്രോൺസ് കിട്ടും. പിന്നെ അതിനുശേഷമുള്ള മഗ്നീഷ്യം Mg2+ 10 ഇലക്ട്രോൺ ആണ്. Al3+ 10 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ഇതിനെല്ലാം 10 ഇലക്ട്രോൺ. ഇവരെല്ലാം എന്താ? ഐസോ ഇലക്ട്രോൺ സ്പീഷീസ് ആണ് വിത്ത് എഫ് മൈനസ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ആർഗൺ. ആർഗൺ എന്താണ്? അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ന്യൂട്രൽ ആയതുകൊണ്ട് 18 ഇലക്ട്രോൺ തന്നെ. 18 ഇലക്ട്രോൺസ് ഉള്ള കുറച്ച് അയോൺസ് നമ്മൾ പറയണം. അറിയാം, സൾഫർ അറ്റോമിക് നമ്പർ 16 ആണ്. അപ്പൊ അതിനോട് 2 ഇലക്ട്രോൺ കയറിയാൽ അത് 18 ആയി. പിന്നെ ക്ലോറിൻ 17, അതിനോട് 2 ഇലക്ട്രോൺ കയറിയാൽ 18 ആയി. പിന്നെ പൊട്ടാസ്യം 1 ഇലക്ട്രോൺ കളഞ്ഞാൽ 18 ആയി. കാൽഷ്യം 2 ഇലക്ട്രോൺ കളഞ്ഞാൽ 18 ഇലക്ട്രോൺ ആയി. ഇവരെല്ലാം എന്താ? ആർഗണായിട്ട് ഐസോ ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് മഗ്നീഷ്യം Mg2+. Mg2+ നമ്മൾ ഓൾറെഡി ഇവിടെ ഇതിനൂടെ പറഞ്ഞതാണ്. Mg2+ എത്ര ഇലക്ട്രോൺ ഉള്ളത്? Mg എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പൊ അതിനകത്ത് 2+ പോയപ്പോൾ 10 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ 10 ഇലക്ട്രോൺ ആയിട്ടുള്ള ഈ ആൾക്കാരെല്ലാം എന്താണ്? Mg2+ ആയിട്ട് ഐസോ ഇലക്ട്രോണിക്. അടുത്തത് റുബീഡിയം പ്ലസ് ആണ് പറയുന്നത്. റുബീഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 37 ആണ്. അപ്പം റുബീഡിയം പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ കാണും? 1 ഇലക്ട്രോൺ കുറച്ചിട്ട് പറയണം. അപ്പം 36 ഇലക്ട്രോൺസ് ആണുള്ളത്. 36 ഇലക്ട്രോൺസ് ഉള്ള ആരൊക്കെയാണ് അറിയാം. ബ്രോമിൻ എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 35 ആണ്. പിന്നെ ഒരു ഇലക്ട്രോൺ കയറിയാൽ 36 ആവുമല്ലോ. ബ്രോമിൻ മൈനസ്. പിന്നെ 36 ഇലക്ട്രോൺ ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്രിപ്റ്റോൺ ആണ്. അറ്റോമിക് നമ്പർ 36 ഉള്ള ക്രിപ്റ്റോൺ ആണ്. അത് റുബീഡിയം പ്ലസ് ആയിട്ട് ഐസോ ഇലക്ട്രോണിക് ആയിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്പീഷീസ് N3-, O2-, F-, Na+, Mg2+, ആൻഡ് Al3+. അപ്പൊ നമുക്ക് N3- കുറച്ച് അയോൺസ് തന്നിട്ടുണ്ട്. ഇവർക്ക് എന്താണ് കോമൺ എന്നാണ് ചോദ്യം. നമുക്കറിയാം N3- O2-, F-, Na+, Mg2+, Al3+. എല്ലാത്തിലും എന്താണുള്ളത്? ഇവർക്ക് എല്ലാവർക്കും 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അഥവാ അല്ലെങ്കിൽ എന്താണ്? ഇവരെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇപ്പൊ 10 ഇലക്ട്രോൺസ് ആണ് ഇവരുള്ളത്. അതാണ് അവർക്ക് കോമൺ ആയിട്ടുള്ളത്. അറേഞ്ച് ദം ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അയോണിക് റേഡിയ. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പം 3.12 ആണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊക്കെ അയോൺസ് നമുക്ക് തന്നിട്ടുള്ളത്? N3-, F-, Mg2+, Al3+. നമ്മള് അയോണിക് റേഡിയസിന്റെ ഓർഡർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ആനയോൺ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അയോണിക് റേഡിയസ് പറഞ്ഞപ്പോൾ ആനയോണിന്റെ സൈസ് ആയിരിക്കും എപ്പോഴും ന്യൂട്രൽ ആറ്റത്തിനേക്കാളും കൂടുതൽ. അത് ഗ്രേറ്റർ ദാൻ കാറ്റയോൺ. കാറ്റയോൺ ആയിരിക്കും ഏറ്റവും ചെറിയ സൈസ്. നമ്മൾ പറഞ്ഞു ഇതായിരുന്നു നമ്മൾ ഫോളോ ചെയ്യേണ്ട ഓർഡർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആനയോൺസ് 2 എണ്ണം ഉണ്ട്. അപ്പം കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആനയോൺ ആയിരിക്കും കുറവ് ഇലക്ട്രോൺ ഉള്ള ആനയോണേക്കാളും സൈസ് കൂടുതൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് ആർക്കായിരിക്കും? ഇൻക്രീസിംഗ് ഓർഡർ. അപ്പം അത് ഏറ്റവും ചെറുത് കാറ്റയോൺസ് കൺസിഡർ ചെയ്യും. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് കുറവുള്ള കാറ്റയോൺ ആയിരിക്കും ഏറ്റവും സൈസ് കുറവ്.
Al3+ ആയിരിക്കും ഏറ്റവും സൈസ് ഉള്ളത്. അതിനുശേഷം അടുത്ത കാറ്റയോൺ ഉള്ളത് Mg2+ ആണ്. പിന്നെ നമുക്കിവിടെ ന്യൂട്രൽ ആറ്റംസ് ഒന്നും ഇല്ല, പിന്നെ ആനോൺസ് ആണ്. അതിന് ഇംഗ്ലീഷ് ഓർഡർ പറയുമ്പോൾ F-, M3-, ഇങ്ങനെയായിരിക്കും നമ്മൾ ഓർഡർ പറയുമ്പോൾ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? Explain why cation are smaller and anions larger in radii than their parent atom. ഇപ്പൊ പാരന്റ് ആറ്റത്തിനേക്കാളും എന്തുകൊണ്ടാണ് കാറ്റയോന്റെ സൈസ് കുറവ്, ആനയോന്റെ സൈസ് കൂടുതൽ? ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെച്ച് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, 2 ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റം. ഓക്കെ, ഇതിന്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്ന ചാർജ് ഇതും ഈ ഇലക്ട്രോണും ഇതും തമ്മിൽ എന്താണ്, പ്രോട്ടോണും തമ്മിൽ, ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓരോ ഇലക്ട്രോണിന് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കിട്ടുന്നത് ഇതിൽ എഫക്റ്റീവ് കിട്ടുന്ന എത്രയാ, 1 ആണ് കിട്ടുന്നത് ചിന്തിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ അവിടെ അപ്പോഴും ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പോഴും ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് 2 തന്നെ ആയിരിക്കും, 2 പ്രോട്ടോൺ അവിടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസ് ആയിരുന്നു 2 പ്രോട്ടോണിന്റെ ചാർജ് ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് 2 പ്രോട്ടോണിന്റെ ഇത് കിട്ടുന്നത്. അപ്പൊ അവിടെ Z എഫക്റ്റീവ് എന്തായി, കൂടി. ഒരു ഇലക്ട്രോണ് ഒരു എഫക്റ്റീവ് എന്തായി, 2 ആയി. അപ്പോൾ ഇത് തമ്മിലൊരു കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. അപ്പം ഈ ഇലക്ട്രോൺ ഇച്ചിരി കൂടെ ന്യൂക്ലിയസിന് അടുത്തേക്ക് നീങ്ങും അല്ലേ. അടുത്തേക്ക് നീങ്ങുമ്പോൾ എന്തായി, അവിടുത്തെ എഫക്റ്റീവ് അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത്, ഈ അയോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് പാരന്റ് ആറ്റത്തിനേക്കാളും റേഡിയസ് കുറഞ്ഞു. ഈ ഒരു ഇലക്ട്രോൺ പോയി ഉണ്ടായ അയോൺ ആയതുകൊണ്ട് ഇത് കാറ്റയോൺ ആയി. ഇലക്ട്രോൺ കൂടിയാലോ, ഇവിടെ ന്യൂക്ലിയസ് അപ്പം 3 ഇലക്ട്രോൺസ് അനുസരിച്ചും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്തായി, 2/3 ആയി. 2 പ്രോട്ടോണേ ഉള്ളൂ ഇവിടെ, പക്ഷെ 3 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു. ഇസഡ് എഫക്റ്റീവ് 2/3 ആയി. അവിടുത്തെ ഇസഡ് എഫക്റ്റീവ് 1-നേക്കാളും കുറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, റേഡിയസ് കൂടും. അതാണ് അതിന്റെ ഒരു ലോജിക്. അതുകൊണ്ടാണ് ആനിയോണിൽ പാരന്റിനേക്കാളും സൈസ് കൂടുതലും, കാറ്റോണും പാരന്റ് ആറ്റത്തിനേക്കാളും സൈസ് കുറവ്. ഓക്കെ, അടുത്ത 3.14. What is the significance of the terms isolated gaseous atom and ground state while defining the ionization enthalpy and electron enthalpy? നമ്മൾ ionization enthalpy ആയാലും ഇലക്ട്രോൺ enthalpy ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ കളയാൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വാങ്ങാനുള്ള എൻതാൽപ്പി ചേഞ്ച്, അതാണ് അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ള ഡെഫിനിഷൻ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഗ്യാഷ്യസ് സ്റ്റേറ്റില് ആറ്റംസ് വളരെ ദൂരെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ആ ആറ്റത്തിന്റെ വേറൊരു ആറ്റത്തിന്റെ ഇൻഫ്ലുവൻസും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ അയണൈസേഷൻ എന്താണെന്ന് പറയുമ്പോൾ എന്താ, ഒരു ഇലക്ട്രോണെ കളയാൻ വേണ്ട എനർജിയാണ്. അപ്പൊ ആ എനർജിയെ വേറൊരു ആറ്റത്തിന്റെ ഇൻഫ്ലുവൻസും ആ എനർജിയിൽ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം ഇങ്ങനെ കൺസിഡർ ചെയ്യാം. നമുക്ക് ഒരു ആറ്റം ഉണ്ട്, ഇങ്ങനത്തെ 2-3 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇലക്ട്രോണെ കളയാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഒരെണ്ണം കളഞ്ഞപ്പോ പിന്നെ ആറ്റത്തിന് 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. പക്ഷെ അതിപ്പോ ഓൾറെഡി ഒരു പ്ലസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല, ഓൾറെഡി അയനൈസ്ഡ് ഫോമിലാണ് ഇരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ വേണ്ട എനർജിയാണ് സെക്കൻഡ് അയനൈസേഷൻ. നമ്മൾ
ഓൾറെഡി അയണൈസ് ആയിരിക്കുന്ന ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ എന്ത് വേണം? ഒരുപാട് എനർജി വേണം. കാരണം 2 ഇലക്ട്രോൺ ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ കുറയുമ്പോൾ അവിടുത്തെ ന്യൂക്ലിയസ് ഓരോ ഇലക്ട്രോണും എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടി. അപ്പം ആ ഇസഡ് എഫക്റ്റീവിനെ മറികടക്കാൻ അതിലും കൂടുതൽ എനർജി വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അയണൈസ്ഡ് ആറ്റത്തിൽ എപ്പോഴും അയനൈസേഷൻ എൻതാൽപ്പി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ മറ്റേതിനേക്കാളും കൂടുതൽ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലും പറയുന്നത് ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിലും പറയുന്നത്. ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ആകുമ്പോൾ അവിടെ വേറെ ആറ്റംസ് കാണത്തില്ല, സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഒറ്റ ആറ്റം, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേറെ ആറ്റത്തിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ 2 ടേംസ് ഡെഫിനിഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാം. എനർജി ഓഫ് an atom, energy of an electron in the ground state of the hydrogen atom is minus 2.18 into 10 raised to minus 18 joule. Calculate the ionization enthalpy of atomic hydrogen in terms of joule per mole. അപ്പൊ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റം ന്യൂക്ലിയസ് ഇത് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിൽ ഇവിടെ ഇരിക്കുന്ന അതിന്റെ എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഈ ഇലക്ട്രോണിന്റെ എനർജി വന്നിരിക്കുന്നത് minus 2.18 into 10 raised to minus 18 വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മൈനസ് വാല്യൂ വന്നിരിക്കുന്നത്? അപ്പൊ നമ്മൾ കൺവെൻഷൻ എടുത്തേക്കാം. നമ്മൾ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി നമ്മൾ 0 ജൂൾ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ന്യൂക്ലിയസിന് അടുക്കും തോറും ഈ എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി നമ്മൾ സാധാരണ എന്താണ് പറയുന്നത്? ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റത്തിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ വേണ്ട എനർജി എന്നാണ് പറയുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ അത് ടെക്നിക്കലി മീൻ ചെയ്യുന്നതാണ്, അത് ഇരിക്കുന്ന ഓർബിറ്റിൽ നിന്ന് ആ ഇലക്ട്രോണെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട എനർജി. അത് തന്നെയാണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഫിനിറ്റിയിലുള്ള എനർജി നമ്മൾ ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഇരിക്കുന്ന ഓർബിറ്റിൽ ഇരിക്കുന്ന എനർജി നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എടുക്കും. അപ്പൊ ഈ രണ്ടിന്റെയും എനർജി ഡിഫറൻസ് ആയിരിക്കും എന്ത്? അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഫിനിറ്റി മൈനസ് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതാണ് എന്ത്? അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇൻഫിനിറ്റി? 0 മൈനസ് ഇവിടുത്തെ എനർജി എന്താ? minus 2.18 into 10 raised to minus 18. മൈനസ് ഒപ്പം എന്താവും? പ്ലസ് ആവും. അപ്പം അയനൈസേഷൻ എൻതാൽപ്പി ഇവിടെ 2.18 into 10 raised to minus 18 joule. ഇതാണ് ഇവിടുത്തെ അയനൈസേഷൻ എൻതാൽപ്പി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ എനർജി അത് നമ്മൾ പോസിറ്റീവ് ആക്കി പറയുമ്പോഴാണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇത് 16ാമത്തെ ക്വസ്റ്റ്യൻ. Among the second period elements, the actual ionization enthalpies are in the order. Second period elements നമുക്ക് ionization enthalpy lithium, beryllium, boron, carbon, oxygen, nitrogen, fluorine, neon. ഓർഡർ തന്നിരുന്നു ലിഥിയം, ബോറോൺ, ബെറിലിയം, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ ഓർഡർ പഠിച്ചിട്ടുള്ള എന്താണ്? അക്രോസ് എ പീരീഡ് എന്താണ്? അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നു. അപ്പൊ അയനൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡർ എന്തായിരിക്കണം? എക്സ്പെക്റ്റഡ് ഓർഡർ എന്താണ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇങ്ങനെയാണ് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ 2 എക്സെപ്ഷൻസ് ഉണ്ട്. ഇവിടെ എന്താണ്? ബെറിലിയം, ബോറോണും തമ്മിൽ ഇന്റർചേഞ്ച് ആയി, നൈട്രജനും ഓക്സിജനും തമ്മിൽ ഇന്റർചേഞ്ച് ആയി. ഇതാണ് നമ്മുടെ നമ്മൾ ഒബ്സർവ്ഡ് വാല്യൂ പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? അപ്പൊ നമുക്ക് ബെറിലിയത്തിന്റെയും ബോറോണിന്റെയും കേസ് എടുക്കാം. ബോറോണും ബെറിലിയം, ബെറിലിയത്തിന്റെ കോൺസെൻട്രേഷൻ എന്താ? ടേബിൾ നമ്പർ 4 ആണ്. ബോറോൺ 5 ആണ്. അപ്പം 1:2 2:2 എന്തോ ബോറോണിന്റെ 1:2 2:2 2p1. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ
ഫസ്റ്റ് അയനൈസേഷൻ നടക്കുമ്പോൾ ബെറിലിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താവും? 1s2 2s1 ആവും. ബോറോ ഉണ്ടത് 1s2 2s2 ആവും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ബെറിലിയം ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള ഫിൽഡ് ഓർബിറ്റൽ കോൺഫിഗറേഷൻ 2s2 കോൺഫിഗറേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കളഞ്ഞ് 2s1 ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബോറോൺ നോക്കുമ്പോൾ 2p1 ആണ്, പി ഓർബിറ്റിൽ ഒറ്റ ഇലക്ട്രോൺ ആണല്ലോ. പക്ഷെ ആ ഇലക്ട്രോണെ കളഞ്ഞാലും അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഫിൽഡ് 2s2 കോൺഫിഗറേഷൻ ആണ് കിട്ടുന്നത്. അപ്പോ ഫസ്റ്റ് അയനൈസേഷൻ നടക്കുമ്പോൾ ബെറിലിയത്തിന്റെ സ്റ്റേബിൾ ആയിരുന്നത് പോവുകയും ചെയ്യുന്നു, ബോറോണ്ടത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആവുന്നു. ആ സ്റ്റേബിൾ ആവുന്നത് കൊണ്ട് ബോറോണ്ട് അയനൈസേഷന് ബെറിലിയത്തിനെക്കാളും കുറച്ച് മതി. കാരണം ബെറിലിയത്തിന് സ്റ്റേബിൾ ആയിരുന്നത് അൺസ്റ്റേബിൾ ആവുന്നു, അപ്പൊ അതിന് കൂടുതൽ എനർജി ചെയ്യും. ഇവിടെ ഈ അയനൈസേഷൻ നടക്കുമ്പോൾ ഇത് സ്റ്റേബിൾ ആവും, അപ്പൊ അതിന് വേണ്ട എനർജി കുറച്ച് മതി. അതുകൊണ്ടാണ് ഈ ഓർഡർ ഇവിടെ വ്യത്യാസം വന്നത്. ബെറിലിയം ബോറോൺ എക്സ്ചേഞ്ച് ആയത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇനി അടുത്ത് ഓക്സിജനും നൈട്രജനും. നൈട്രജൻ ഓക്സിജന്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കോൺഫിഗറേഷൻ എന്താണ്? അറ്റോമിക് നമ്പർ 7 8. ഇത് 1s2 2s2 2p3. ഇത് 1s2 2s2 2p4. ഇത് ഒരു അയനൈസേഷൻ നടന്നത് എന്ത് പറ്റും? 1s2 2s2 2p2 ആവും. ഇത് 1s2 2s2 2p3 ആവും. നമ്മള് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും സ്റ്റേബിൾ ആണ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നൈട്രജൻ ഓൾറെഡി എന്താ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയിട്ടുള്ള 2p3 കോൺഫിഗറേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ഇലക്ട്രോൺ പോയി എന്തായി 2p2 ആവുന്നു. അതിന്റെ സ്റ്റെബിലിറ്റി പോയി, അയനൈസേഷൻ നടക്കും. അപ്പൊ അതിന് ഒരുപാട് എനർജി കാണും. പക്ഷെ ഇവിടെ ഓക്സിജന്റെ കേസിൽ എന്താണ്? 2p4 കോൺഫിഗറേഷൻ എന്താണ്? 2p3 ആവുക. അപ്പം അത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉണ്ടാവുകയാണ്. അപ്പൊ അത് സ്റ്റേബിൾ ആവുന്നതുകൊണ്ട് അതിന്റെ അയനൈസേഷന് കുറച്ച് എനർജി മതി. അതുകൊണ്ടാണ് നൈട്രജന്റെയും ഓക്സിജന്റെയും ഇവിടെ ഇന്റർചേഞ്ച് ആവാനുള്ള കാരണം പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നടന്നത്. ബെറിലിയം എന്തുകൊണ്ട് ബോറോണേക്കാളും ഹയർ എനർജി ചിലപ്പാണ്, ഓക്സിജന് നൈട്രജന് കൂടുതലേക്കാളും കുറവുള്ള കാരണം എന്താണ്? ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 17. How do you explain the fact that first ionization enthalpy of sodium is lower than that of magnesium, but its second ionization enthalpy is higher than that of magnesium? സോഡിയത്തിന്റെ ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപി മഗ്നീഷ്യത്തെക്കാളും കുറവാണ്. ഇത് തന്നിരിക്കുന്നത് എന്താണ്? അത് നമുക്ക് എഴുതുക. IE1 ഓഫ് സോഡിയം ലെസ് ദാൻ IE1 ഓഫ് magnesium. Second ionization enthalpy of sodium greater than second ionization enthalpy of magnesium. ഇതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കിത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പറയാം. രണ്ടിനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാം. സോഡിയവും മാഗ്നീഷ്യവും. നമ്പർ 11 ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1. ഇവിടെ 1s2 2s2 2p6 3s2. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് അയനൈസേഷൻ നമ്മൾ നടത്തുന്നു. ഓക്കെ, നടത്തുമ്പോൾ ഈ സോഡിയത്തിന്റെ മഗ്നീഷ്യത്തിന്റെ കോൺഫിഗറേഷൻ ഉണ്ടാവും. ഇത് 1s2 2s2 2p6. ഇത് 1s2 2s2 2p6 3s1. നോക്കുമ്പോൾ സോഡിയത്തിന്റെ ഫസ്റ്റ് അയനൈസേഷൻ നടത്തുമ്പോൾ എന്തായി? അത് 3s1 കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നത് 2p6 കോൺഫിഗറേഷനോട്ട് മാറുവാണ്. അല്ലേ, സ്റ്റേബിൾ ആയിട്ടുള്ള ഫിൽഡ് ഓർബിറ്റൽ കോൺഫിഗറേഷനുള്ള 2p6 കോൺഫിഗറേഷൻ ആയിട്ട് മാറുവാണ്. പക്ഷെ മഗ്നീഷ്യം നോക്കുമ്പോൾ അത് ഓൾറെഡി 3s2 സ്റ്റേബിൾ ആയിട്ടുള്ള 3s2 കോൺഫിഗറേഷനിലായിരുന്നു ഇരുന്നത്. അതിൽ നിന്നത് 3s1 ആവുക. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ കളയാൻ വേണ്ടി എന്തായിരിക്കും എനർജി എന്ന് പറയുന്നത് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് അയനൈസേഷൻ ഓഫ് സോഡിയം എന്ന് പറയുന്നത് ഫസ്റ്റ് അയനൈസേഷൻ മഗ്നീഷ്യത്തിനേക്കാളും കൂടാനുള്ള കാരണം പറയുന്നത്. കാരണം മഗ്നീഷ്യം 3s2 നിന്ന് 3s1 പോയത്. സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആവുക. അപ്പൊ അതുകൊണ്ട് അതിന് കൂടുതൽ എനർജി. ഇനി നമ്മൾ സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി വാല്യൂസ് എഴുതി നോക്കാം. സെക്കൻഡ് അയനൈസേഷൻ ഓൾറെഡി ഇത് സോഡിയം 2p6 അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവുക. അത് 1s2 2s2 2p5 ആവുക. മഗ്നീഷ്യം 1s2
2:2p6 ആണ്. ഓക്കെ, ഇവിടെ സോഡിയം നോക്കുവാണെങ്കിൽ സോഡിയം 2p6 നിന്ന് 2p5 ആവുക. മഗ്നീഷ്യം 3s1 നിന്ന് 2p6 ആവുക. അപ്പം സോഡിയം ഓൾറെഡി അവിടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തിരുന്നു ഫസ്റ്റ് അയനൈസേഷൻ കഴിഞ്ഞപ്പോൾ. എന്താണ്, ഫിൽഡ് ആയിട്ടുള്ള 2p ഓർബിറ്റിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അതിന്റെ സ്റ്റെബിലിറ്റി കളഞ്ഞുകൊണ്ടാണ് ഒരു ഇലക്ട്രോണെ കളഞ്ഞുകൊണ്ട് 2p5 ആവുന്നത്. അപ്പൊ അതിന് വേണ്ട എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷെ അതേസമയം മഗ്നീഷ്യത്തിന് എന്താ, ഒരു ഇലക്ട്രോൺ പോയാൽ ഫിൽഡ് ആയിട്ടുള്ള 2p6 കോൺഫിഗറേഷനാണ് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ട എനർജി കുറച്ച് മതി. അതുകൊണ്ടാണ് സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി ഓഫ് സോഡിയം സെക്കൻഡ് അയനൈസേഷൻ മഗ്നീഷ്യത്തിനേക്കാളും കൂടാൻ കാരണം പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. What are the various factors due to which the ionization enthalpy of the main group elements tend to decrease down a group? ഒരു ഗ്രൂപ്പിൽ നിന്ന് മേലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് അയനൈസേഷൻ എന്തൽപി കുറയാനുള്ള കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരു ഗ്രൂപ്പിൽ നിന്ന് മേലിൽ നിന്ന് താഴോട്ട് വരുവാണ് അല്ലെ, ഗ്രൂപ്പിൽ നിന്ന് മേലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താ, നമ്പർ ഓഫ് ഷെൽസ് കൂടുവാണ്. ഒന്നാമത്തെ കാരണം. നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ എന്ത് പറ്റും, നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ ഔട്ടർ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരുവാണ്. കാരണം നമ്പർ ഓഫ് ഷെൽസ് കൂടുന്ന റേഡിയസ് കൂടുവാണ്. അപ്പം ബാലൻസ് ഇലക്ട്രോണിന്റെ തൊട്ട് ന്യൂക്ലിയസ് വരെയുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരുക. കൂടിക്കൂടി വരുമ്പോൾ എന്താ, ഈസഡ് എഫക്റ്റീവ് കുറയുന്നു. ഒന്നാമത്തെ കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്നു, ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണും തമ്മിലുള്ളത് അതനുസരിച്ചപ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് തന്നെ കിട്ടുന്നത് കുറയുന്നു. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്താ, രണ്ടാമത്തെ കാരണം ഓരോ ഷെല്ല് കൂടുന്നതനുസരിച്ച് 4 ഇലക്ട്രോൺസും വാലൻസ് ഇലക്ട്രോൺസും തമ്മിലുള്ള റിപ്പൾഷൻ കൂടിക്കൂടി വരുന്നു. ഷീൽഡിങ് എഫക്ട്. ഇതിന് കാരണം എന്താ, കാരണം ഓരോ ഷെല്ല് കൂടുന്നതനുസരിച്ച് 4 ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പൊ ആ 4 ഇലക്ട്രോൺസ് എണ്ണം കൂടുന്നതനുസരിച്ച് ഷീൽഡിങ് എഫക്റ്റും കൂടും. അപ്പം താഴോട്ട് വരുന്നതോറും അയനൈസേഷൻ എന്തൽപി കുറഞ്ഞു വരും. ഷീൽഡിങ് എഫക്റ്റ് കൂടുമ്പോൾ എന്തായി, റിപ്പൾഷൻ കൂടി വരിക. അപ്പം പെട്ടെന്ന് ഇലക്ട്രോൺ പോകാനുള്ള ടെൻഡൻസി കൂടി വരും. ഈ രണ്ട് കാരണങ്ങളാണ് അയനൈസേഷൻ എന്തൽപി ഗ്രൂപ്പിൽ നിന്ന് മേലും താഴോട്ട് വരുമ്പോൾ അത് പറയാനുള്ള കാരണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 19. The first ionization enthalpy values of group 13 elements are. Okay, group 13 elements ന്റെ ഫസ്റ്റ് ionization enthalpy values തന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ എക്സ്പെക്ടഡ് ഓർഡർ എന്താണ്, ഒരു ഗ്രൂപ്പിൽ മേളിലും താഴെ വരുമ്പോൾ അയനൈസേഷൻ എന്തൽപി കുറഞ്ഞു. എക്സ്പെക്ടഡ് ഓർഡർ എന്തായിരുന്നു, താഴോട്ട് കുറഞ്ഞു വരണം. ബോറോൺ, ഇന്ത്യൻ, ഇങ്ങനെയായിരുന്നു ഓർഡർ വരേണ്ടിയിരുന്നത്. ഗാലിയത്തിൻ്റെത് അലൂമിനിയത്തിനേക്കാളും. ഇതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷീൽഡിങ് പറയുമ്പോൾ ഷീൽഡിങ് എഫക്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ ഷീൽഡിങ് എഫക്റ്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എസ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ പി, ബി ഗ്രേറ്റർ ദാൻ എസ്. ഇതാണ് ഷീൽഡിങ് പവറിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ എസ് ഇലക്ട്രോൺസിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും, എസ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും പി ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ ഷീൽഡിങ് എഫക്ട് എക്സേർട്ട് ചെയ്യും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗാലിയവും അലൂമിനിയം ഇന്റർചേഞ്ച് ഉണ്ടാകും. അലൂമിനിയം 10 ഡി അലൂമിനിയത്തിനേക്കാളും കൂടുതലുള്ള കാരണം ഡി ഇലക്ട്രോൺസ് ഷീൽഡിങ് പറയുന്നത് പി ഇലക്ട്രോൺസിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് ഗാലിയത്തിൻ്റെത് ഷീൽഡിങ് കുറയുമ്പോൾ അയനൈസേഷൻ എന്തൽപി കൂടും എന്ന് പറയുന്നത്. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇന്ത്യത്തിന്റെ താല്യത്തിന്റെ ഓർഡർ നോക്കിയാലും താല്യത്തിനേക്കാളും കൂടുതലാണ് വന്നിരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതിന്റെ കാരണം എന്താ, താല്യത്തിന് എഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ ഷീൽഡിങ് കൊടുക്കുന്നത്. ഇവിടുത്തെ 14 എഫ് ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ വാലൻസ് ഇലക്ട്രോൺ ഷീൽഡിങ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എഫിന്റെ ഷീൽഡിങ് പവർ എന്ന് പറയുന്നത് ഡിനെക്കാളും കുറവാണ്.
അതുകൊണ്ടാണ് ഷീൽഡിംഗ് ഇഫക്റ്റ് കുറയുന്നതനുസരിച്ച് എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി കൂടും. അതുകൊണ്ടാണ് ടാലിക്കും മീഥേനേക്കാളും കൂടാനുള്ള കാരണം പറയുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Which of the following pairs of elements would have a more negative electron gain enthalpy? ഓക്കെ, രണ്ട് പെയർസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് ഓക്സിജൻ ആൻഡ് ഫ്ലോറിൻ, രണ്ടാമത്തത് ഫ്ലോറിൻ ഓർ ക്ലോറിൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താ, അക്രോസ് എ പീരീഡ് ഓക്സിജൻ ഫ്ലോർ ഒരേ പീരീഡ് വരുന്ന ആൾക്കാരാണ്. അക്രോസ് എ പീരീഡ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് വാല്യൂ കൂടി വരുവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന് കാരണം എന്താ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് എന്താണ്, ഒരേ ഓർബിറ്റലിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ അറ്റോമിക് നമ്പർ ആൾക്ക് എന്താണ്, കൂടുതൽ പ്രോട്ടോൺസ് ആണ്. അപ്പം വരുന്ന ഇലക്ട്രോണിനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും. ഇലക്ട്രോൺ ഫ്ലോറിനായിരിക്കും ഗ്രൂപ്പില് നമ്മള് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഉണ്ട്. എന്താണ് ഇവിടെ റിയൽ ഫ്ലോറിനാണ് നെഗറ്റീവ് വാല്യൂ കൂടുതൽ. ഇതിന്റെ കാരണം ഫ്ലോറിന്റെ ക്ലോർ ആണെങ്കിൽ ഇത് 1s2 2s2 2p5 1s2 2p6 3p5. ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലോറിന്റെ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് 2p ഓർബിറ്റിലാണ് ആഡ് ചെയ്യുന്നത്, പക്ഷേ ഫ്ലോറിന് 3p ഓർബിറ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പം 2p ഓർബിറ്റലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പം ഈ ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻ കിട്ടുന്നത് വളരെ ഹൈ ആയിരിക്കും. ഫ്ലോറിൻ വരുമ്പോൾ എന്താണ്, ഫ്ലോറിനിൽ 3p ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. അപ്പം 3p ഓർബിറ്റലിന്റെ റേഡിയസ് നടക്കുന്നത് 2pനേക്കാളും ഒരുപാട് സിഗ്നിഫിക്കന്റ് വലുതാണ്. അപ്പം ഈ ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻ ഫ്ലോറിന് കിട്ടുന്ന പോലെ അത്രയും കുറവായിരിക്കും. ഈ 3p5-ലായിരിക്കും എൻതാൽപ്പി കൂടാനുള്ള കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. 21. Would you expect the second element oxygen as positive or negative or less negative than the first? ഓക്സിജന്റെ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കുമോ, മോർ നെഗറ്റീവ് ആയിരിക്കും, ലെസ് നെഗറ്റീവ് ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ഓക്സിജന്റെ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്സിജന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p4 ആണ്. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കഴിയുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എന്താണ്, ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ കഴിയുമ്പോൾ എന്തായി, അത് നെഗറ്റീവ് ആണ്. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ എന്താവും, 1s2 2p5 ആണ്. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ നടത്തുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എന്താവും, സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടണം. പക്ഷെ നോക്കുമ്പോൾ എന്താ, ഇവിടെ ഓടി ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ടുണ്ട്. 2p4 ആയിരുന്നത് 2p5 ആയി അല്ലേ. ആ 2p5 ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഒപ്പം ഉണ്ട്. അതിലേക്കാണ് നമ്മൾ വീണ്ടും ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ട്, അതിലേക്ക് വീണ്ടും നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അത് ഈ രണ്ടാമത് വരുന്ന ഇലക്ട്രോണിന്റെ കിട്ടുന്ന റിപ്പൾഷൻ എന്ന് പറയുന്നതായിരിക്കും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ എന്താവും, പോസിറ്റീവ് ആണ്. കാരണം ഓൾറെഡി ഇലക്ട്രോൺ അവിടെ കയറിയിട്ടുണ്ട്, അതിന് റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ എനർജി സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആവും. ഓക്കെ, നമുക്ക് 22nd ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടേംസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും അവരുടെ ബേസിക് ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്,
ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, അതാണ് എന്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. പക്ഷെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ വാങ്ങാനുള്ള ടെൻഡൻസിയാണ്. വെച്ചാൽ ഒരു ആറ്റം വേറൊരു ആറ്റമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ, നമ്മളിത് വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതൊരു ആറ്റം, ഇതൊരു ആറ്റം, ഇവർ നമ്മൾ വാലൻസ് ബോണ്ട് ഫോം ചെയ്യുന്നു, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവരുടെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് രണ്ടുപേർക്കും ഒരേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെങ്കിൽ സെന്ററിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഒരാളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ അതിന് തന്റെ അടുക്കലേക്ക് ഇവിടുന്ന് ഇലക്ട്രോൺ മാറി എങ്ങോട്ട് പോകും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഒരു ആറ്റത്തിന്റെ അടുത്തേക്ക് നിർത്താനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. Statements that the electronegativity of nitrogen on Pauling scale is 3 in all nitrogen compounds. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി പഠിച്ചത് നമ്മൾ പറഞ്ഞാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി അങ്ങനെ മെഷറബിൾ ആയിട്ടുള്ളതല്ല, പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്കെയിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോളിംഗ് സ്കെയിലിൽ നൈട്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3 ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ എല്ലാ കോമ്പൗണ്ട്സിലും നൈട്രജന്റെ എല്ലാ കോമ്പൗണ്ട്സിലും ഒരു എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം അല്ലെന്ന് നമ്മൾ പഠിച്ചിരുന്നു. കാരണം എന്താ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്, ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്, ആ കോമ്പൗണ്ടിൽ ഉള്ള അതിന്റെ ഹൈബ്രിഡൈസേഷൻ, എലമെന്റ് ഹൈബ്രിഡൈസേഷൻ, രണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ആ കോമ്പൗണ്ടിൽ ഇപ്പൊ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷനും ഓക്സിഡേഷൻ സ്റ്റേറ്റും എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി പറയാം. ഇല്ലേ, അപ്പൊ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ പറയുകയാണെങ്കിൽ sp3 ഗ്രേറ്റർ ദാൻ sp2 ഗ്രേറ്റർ ദാൻ sp ആയിരിക്കും. sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ, പിന്നെ sp2 sp ഇത് നോട്ട് അറിഞ്ഞിട്ടിരിക്കുക. ഹൈബ്രിഡൈസേഷനും ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി നിൽക്കുന്നത്. അപ്പോൾ അത് കോമ്പൗണ്ട് വേരി ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. Describe the theory associated with the radius of an atom as it gains an electron. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, as it loses an electron. ഒരു ആറ്റത്തിൽ അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് എങ്ങനെയാണ്, ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒന്നാമത് അവിടെ ഓൾറെഡി കുറെ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, ആ ഇലക്ട്രോൺസിന്റെ അടുക്കിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻ ഓബ്വിയസ്ലി ഇതിന് കിട്ടുന്നുണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോഴും ആറ്റത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണം എന്താണ്, സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രോണും കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും, ഇല്ലേ. അപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും കുറയുന്നുണ്ട്, ഈ ഇലക്ട്രോൺസിന്റെ റിപ്പൾഷനും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടിനും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തെന്താവും, ആ ആറ്റത്തിന്റെ റേഡിയസ് കൂടുതലായിരിക്കും. ഈ ഒരു ഇലക്ട്രോൺ വാങ്ങി ഉണ്ടാകുന്ന അയോണിന് റേഡിയസ് കൂടുതലായിരിക്കും. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തുണ്ടാകുന്ന അയോണിന് നമ്മൾ ആനിയോൺ എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് പേരന്റ് ആറ്റത്തിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷെ ഒരു ഇലക്ട്രോൺ പോകുമ്പോഴോ, ഒരു ന്യൂട്രൽ ആയിരിക്കുന്ന ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പോകുമ്പോഴെന്താ, അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറയുന്നു, പക്ഷെ അപ്പോഴും നമ്പർ ഓഫ് പ്രോട്ടോൺ അവിടെ സെയിം ആണ്. അപ്പം അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുവാണ്. ഒരു ഇലക്ട്രോൺ എക്സ്പാൻഡ് ചെയ്യുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുവാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്താണ്, അറ്റോമിക് റേഡിയസ് കുറയും. അപ്പം ഒരു ഇലക്ട്രോൺ കളഞ്ഞുകൊണ്ടുണ്ടാകുന്ന കാറ്റയോന്റെ റേഡിയസ് എന്ന് പറയുന്നത് പേരന്റ് ആറ്റത്തിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Would you expect the first ionization enthalpy of two isotopes of the same element to be the same or different? അപ്പം ഒരേ എലമെന്റിന്റെ രണ്ട് ഐസോടോപ്സിന്റെ അയണൈസേഷൻ എൻതാൽപ്പി സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ചാണ് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൈഡ്രജന്റെ ഐസോടോപ്സ് തന്നെ എടുക്കാം. ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ 1 ഇത് രണ്ടും കൺസിഡർ ചെയ്യും. ഇതെന്ത്, പ്രോട്ടിയം, ഇത് എന്താണ് ഡ്യൂട്ടീരിയം. തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവിടെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിലും ഇവിടെ ഒരു പ്രോട്ടോണും
ഒരു ന്യൂട്രോണും ആണ്. ഇപ്പൊ അയനൈസേഷൻ എന്തായാലും എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം അയനൈസേഷൻ ചിലപ്പോൾ എന്താ, നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോണെ കളയാൻ വേണ്ട എനർജിയാണ്. അപ്പൊ അത് ലാസ്റ്റ് ഇലക്ട്രോൺ അവിടെ പിടിച്ചു ചേർക്കുന്ന ആളെന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഉള്ള പ്രോട്ടോൺ ആണ്. അപ്പം നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പോകുന്നതിനും വരുന്നതിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. എത്ര പ്രോട്ടോൺ ആണ് ന്യൂക്ലിയസിലുള്ളത് അതാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഐസോടോപ്പിലും നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആയതുകൊണ്ട് അയനൈസേഷൻ എൻതാൽപ്പി ഇതിന് ഏത് ഐസോടോപ്പ് ആണെന്നുള്ളത് അതിന് ഡിപ്പെൻഡ് ചെയ്തില്ല. ഓക്കെ, ഐസോടോപ്സിലും അയനൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ കൊണ്ട് നമ്മൾ ഇന്നത്തെ നിർത്താണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. 25 വരെ നമ്മളൊന്ന് ചെയ്യും. താങ്ക് യു.